ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. കാസർഗോഡ് പരപ്പയിൽ വിവാഹ വാർഷികത്തിന് വാങ്ങിയ കേക്കിൽ പൂപ്പൽ കണ്ടെത്തി. പരപ്പയിലെ സ്വീറ്റി എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ കേക്കിലാണ് ഈ പൂപ്പൽ കണ്ടെത്തിയിട്ടുള്ളത്. കനകപ്പള്ളി സ്വദേശി സലീമിന്റെ പരാതിയിൽ ആരോഗ്യ വിഭാഗം ബേക്കറി പൂട്ടിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ഈ കേക്ക് കഴിച്ചതിന് ശേഷമാണ് പൂപ്പൽ കണ്ടത്. കേക്ക് കഴിച്ച 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുണ, ദൃശ്യങ്ങൾ കാണുകയാണ്. ഒരു സന്തോഷമുള്ള ദിവസത്തിൽ സന്തോഷത്തിന്റെ ഭാഗമായി മധുരം കഴിക്കാൻ വാങ്ങിയ ഒരു കേക്കാണ്. പക്ഷേ വലിയ പണിയാണ് ഇപ്പോൾ ആ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അരുൺ? ഷിഹാസ്, ശനിയാഴ്ചയായിരുന്നു കനകപ്പള്ളി സ്വദേശിയായിട്ടുള്ള സലീമിന്റെ വിവാഹ വാർഷികം. ആ സലീമിന്റെ ബന്ധുക്കൾ ആ ബേക്കറിയിൽ നിന്ന് ഈ കേക്ക് വാങ്ങി രാത്രി സർപ്രൈസായി ഇവരുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. അതിനുശേഷം ഇവർ ഈ വിവാഹ വാർഷിക കേക്ക് മുറിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇത് കഴിച്ചു. അതിൽ രുചിയിൽ വ്യത്യാസം തോന്നിയത് കൊണ്ടാണ് ഈ കേക്ക് പരിശോധിച്ചത്. അപ്പോൾ കേക്കിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള പൂപ്പൽ കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് സലീം ഇതിൽ പരാതി നൽകിയത്. ആ പരാതി ആരോഗ്യ വിഭാഗം, പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനാണ് ഈ പരാതി കൈമാറിയത്. തുടർന്ന് ഈ ആരോഗ്യ വിഭാഗം ഇന്നലെ ഈ ബേക്കറിയിലെത്തി പരിശോധന നടത്തി. വൃത്തിഹീനമായ രീതിയിലാണ് ആ ബേക്കറി പ്രവർത്തിക്കുന്നതെന്നും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടെ അവിടെ പഴകിയ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. തുടർന്നാണ് നോട്ടീസ് നൽകി ഈ ബേക്കറി അടച്ചുപൂട്ടുന്ന നടപടിയിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഈ കേക്ക് കഴിച്ച 6 പേർ, കുട്ടികൾ ഉൾപ്പെടെ 6 പേർ വെള്ളരിക്കുണ്ടിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ പൂപ്പൽ കണ്ടെത്തിയത് കൊണ്ടാണ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ്. അതിൽ പരാതി പരിശോധിച്ച് തുടർന്ന് നോട്ടീസ് നൽകിയ ബേക്കറി താൽക്കാലികമായി അടച്ചുപൂട്ടി. ശരിയായിരുന്നു പൂപ്പറമ്പ. അപ്പോൾ ഇത് അബദ്ധമല്ല, ഒരു കയ്യബദ്ധമല്ല. വിവാഹ വാർഷികത്തിന് വാങ്ങിയ കേക്കിലാണ് പൂപ്പൽ കണ്ടെത്തിയത്. ഈ കടയുടെ പേര് ഓർത്തു വെക്കാം. പരപ്പയിലെ സ്വീറ്റി എന്ന ബേക്കറിയാണ്. ആരോഗ്യവകുപ്പ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് മറ്റ് നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത്തരത്തിൽ പഴകിയതും പൂപ്പലുള്ളതുമൊക്കെ ആയിരുന്നു. യാതൊരു വൃത്തിയുമില്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥാപനം താൽക്കാലികമായിട്ടാണെങ്കിലും പൂട്ടിച്ചിട്ടുണ്ട്.